السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാൻ നാം അനിവാര്യമായും പാലിച്ചിരിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് അവിടെ നാം വിശദീകരിച്ചത്. മഹാന്മാരായ ഉലമാക്കൾ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ദവായിൽ പറഞ്ഞ 13 കാര്യങ്ങളിൽ 8ാമത്തെ കാര്യം സഹോദരങ്ങളെ, അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാറു ബൈന യദൈ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീ നിന്റെ പാപങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിന്റെ അനുസരണക്കേട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നും നീ പിന്മാറേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം ധിക്കരിക്കുന്ന പക്ഷം റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമ്മുടെ ദുആകൾക്ക് ഉത്തരം ചെയ്യുക? നോക്കൂ, ഒരു സുദീർഘമായ ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാം, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബ, വിശിഷ്ടമായവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, വിശിഷ്ടമായതല്ലാതെ, നല്ലതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. തീർച്ചയായും വിശ്വാസികളോട് എന്താണോ കൽപ്പിച്ചത് അതേ കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളോടും കൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്ത് പാരായണം ചെയ്യുകയാണ്. ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹർ റുസുലു, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, കുലു മിനത് ത്വയ്യിബാതി വഅമലു സാലിഹ, നിങ്ങൾ ഹലാലായ വിശിഷ്ടമായ കാര്യം ഭക്ഷിക്കണം. വഅമലു സാലിഹ, സൽക്കർമ്മങ്ങൾ എന്നിട്ട് പ്രവർത്തിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് പറഞ്ഞിട്ടുണ്ട്. വഖാല തആല, അതേപോലെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, കുലു മിനത് ത്വയ്യിബാത്, നിങ്ങൾ വിശിഷ്ടമായ കാര്യം ഭക്ഷിക്കണം. എന്നിട്ടാണ് കുലു മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്നും വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, സുമ്മ ദക്കറ റജുൽ യുതീല സഫർ അശ്അസ അഗ്ബർ യമുദ്ദു യദൈഹി ഇല സമാ യാ റബ്ബി യാ റബ്ബ്. പിന്നീട് ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. ഒരു യാത്രക്കാരനായ ഒരു വ്യക്തിയാണ്. അയാൾ യാത്ര ചെയ്തത് സുദീർഘമായ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. അശ്അസ അഗ്ബർ, അയാളുടെ ദേഹമാസകലം പൊടിപുരണ്ടിട്ടുണ്ട്, താടിയും മുടിയും ഒക്കെ ജടകുത്തിയിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇല സമാ, ആകാശങ്ങളിലേക്ക് അയാൾ കരങ്ങൾ ഉയർത്തി പറയുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ റബ്ബേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്നതും ഹറാമായതിൽ നിന്നാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടിരിക്കുകയാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ദുആക്ക് ഉത്തരം കിട്ടേണ്ടതായ ചില നിബന്ധനകളെല്ലാം അവന്റെ ആ ശരീരഭാഷയിലും അവന്റെ പ്രാർത്ഥനയിലുമെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും.
അയാൾ ദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സന്തോഷ വാർത്തകളിൽ ഒന്നാണ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളത്. ഇവൻ യാത്രക്കാരനാണ്. അതേപോലെ തന്നെ ഇവന്റെ യാത്ര ദൈർഘ്യമുള്ള യാത്രയും കൂടിയാണ്. അഥവാ അവൻ നന്നായി ക്ഷീണിച്ചവനാണ്. അങ്ങനെ ദൗർബല്യത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിക്കുമെന്നാണ്. ദുർബലരുടെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കാതിരിക്കുകയില്ല. ആ നിലക്ക് അവൻ അങ്ങേയറ്റത്തെ ദൗർബല്യത്തിലും യാത്രയിലുമാണ്. അവന്റെ മുടിയാകെ ജടകുത്തിയിട്ടുണ്ട്, ദേഹമാസകലം പൊടി പുരണ്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു അവന്റെ യാത്ര കാരണത്താൽ ഇത് സംഭവിച്ചതാകാം. അതല്ലെങ്കിൽ അവന്റെ മുടിയിൽ അവൻ എണ്ണ പുരട്ടാൻ പോലും പണമില്ലാത്ത ദരിദ്രനാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ രണ്ട് കാരണങ്ങളും പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള കാരണങ്ങളിൽ അവനിലുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, നാം പറഞ്ഞല്ലോ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അവൻ ഒന്നും നൽകാതെ സമ്പൂജനായി മടക്കുക എന്നുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്നാണ്. ആ നിലക്കും അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ അമ്പിയാക്കൾ തെരഞ്ഞെടുത്തിട്ടുള്ള നാമങ്ങൾ യാ റബ്ബി യാ റബ്ബ്, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വകയിൽ എല്ലാ നിലക്കുമുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളൊക്കെ അവൻ പാലിക്കുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം എന്നാണ്. അവന്റെ ഭക്ഷണം ഹറാമാണ്. ഒന്നുകിൽ ഹറാമായ കാര്യങ്ങളാണ് അവൻ ഭക്ഷിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ് അവന്റെ ഭക്ഷണം, ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ് അവന്റെ പാനീയങ്ങൾ, ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ് അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ. അല്ല വഗുദിയ ബിൽ ഹറാം, ഹറാമിലൂട്ടപ്പെട്ട ഒരു ജീവിതമാണ് അവനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ സമ്പാദ്യം ഹലാലായി തീരുക എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ നാം നമ്മിലേക്ക് തന്നെയാണ് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മുടെ സമ്പാദ്യം എങ്ങനെയുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് മാത്രമാണോ ഞാൻ സമ്പാദിക്കുന്നത്? അതല്ല, സമ്പാദിക്കുന്ന വിഷയങ്ങളിൽ അതിലൊന്നും ഹലാലും ഹറാമൊന്നുമില്ല. ഹലാലും ഹറാമും ഒക്കെ അതൊക്കെ മസ്ജിദിൽ വെച്ചാൽ മതി, പള്ളിയിൽ വെച്ചാൽ മതി എന്നതാണോ നമ്മുടെ മനോഭാവം? അങ്ങാടികളിലേക്ക് ഹലാൽ ഹറാമുകളുടെ കാര്യം പറയേണ്ടതില്ല, അതൊന്നും എനിക്ക് ചിന്തിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുകയില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമു വ്യക്തമാണ്. എല്ലാവർക്കും അറിയുന്ന ഹലാൽ ഹറാമുകളൊക്കെ വ്യക്തമായിട്ടുണ്ട്. എന്നിരുന്നാലും വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. ഇതിനിടയിൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. പഠിക്കാത്തതിന്റെ കാരണത്താൽ ജനങ്ങളിൽ അധിക ആളുകൾക്കൊന്നും അതറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫമനിത്തഖ ശുബ്ഹാത്ത്, അത്തരം സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും ആരെങ്കിലും ഒക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ അവൻ അവന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, സംശയമുള്ള കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് നമ്മളോട് പറഞ്ഞിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് വ്യക്തമായ പലിശയിൽ അധിഷ്ഠിതമായ ഹറാമുകൾ കലർന്നിട്ടുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ? എത്ര ഗൗരവമുള്ള കാര്യമാണ്. എങ്ങനെയാണ് അവർക്ക് ഉത്തരം ലഭിക്കുക? അള്ളാഹുവിന്റെ അടുക്കൽ ഈ ചെയ്യുന്ന ഹറാമുകൾക്ക് ഉത്തരം പറയേണ്ടി വരിക എന്നുള്ളത് പരലോകത്തുള്ള മറ്റൊരു കാര്യമാണ്. അതിനുപുറത്ത് ദുനിയാവിൽ അവൻ തേടുന്ന അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിന്മകൾ, എല്ലാ നിലക്കുള്ള തിന്മകളും, വിശിഷ്യ ഇത്തരത്തിലുള്ള സമ്പാദ്യങ്ങളിൽ ഉണ്ടാകുന്ന തിന്മകളും നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു ലാ തസ്തബ്ദി അന്നൽ ഇജാബത ഇദാ ദഅൗത്, നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല, വൈകി പോകുന്നു എന്ന് നീ ചിന്തിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ വഖദ് സദത്ത തുർഖുഹാ ബിദ്ദുനൂബ്, യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയെ നീ പാപങ്ങൾ കൊണ്ട് അടച്ചിരിക്കുകയാണ്. ആ വഴിയെ പാപങ്ങൾ കൊണ്ട് അടച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നീ തൗബ ചെയ്ത് മാറേണ്ടതുണ്ട്, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രതിദിനം 100 കണക്കിന് തവണ ഇസ്തിഗ്ഫാറുകൾ ഒരു മജ്ലിസിൽ തന്നെ തേടിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്തു പാപമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു നിലക്കും ധിക്കരിക്കാത്ത മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഇസ്തിഗ്ഫാർ തേടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആവശ്യക്കാരായ നാം എത്രമാത്രം ചൊല്ലേണ്ടതുണ്ട്. അവിടുന്ന് പറഞ്ഞു യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് നന്നായി തൗബ ചെയ്യൂ. ഫൈനി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ,
പ്രതിദിനം 100 പ്രാവശ്യം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നാം നിശ്ചയമായും അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. അതല്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 9ാമത്തെ കാര്യമായി സഹോദരങ്ങളെ അറിയുക, അൽ ഇൽഹാഹു ഫി ദുആഇ വഅദമു ഇസ്തിഅജാലിൽ ഇജാബ. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തിരക്ക് കൂട്ടാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. തിരക്ക് കൂട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യണമെന്നില്ല. കാരണം തിരക്ക് കൂട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പാതി വഴിയിൽ പ്രാർത്ഥന അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അത്തരക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥനയിൽ തിരക്ക് കൂട്ടി പെട്ടെന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നവന്റെ ഒരു ഉപമ അവൻ ഇപ്രകാരമാണ്. അവൻ ഒരു വിത്ത് നടുകയാണ്. അവൻ വിത്ത് നട്ടു, നന്നായി അതിനെ നോക്കി, വെള്ളമൊക്കെ നനച്ചു കൊടുത്തു, അതല്പം വളർന്നൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇത് കാര്യമായി വളരുന്നില്ല, ഇതിന് പൂർണ്ണതയിൽ എത്തുന്നില്ല, ഇതിൽ കായ്കനികളൊന്നും പെട്ടെന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നശിച്ചു പോകുകയാണ്. അതേപോലെയാണ് ഇവൻ ദുആ ചെയ്ത് ഉത്തരം കിട്ടാനായിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും അവൻ മടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരിഗണിക്കാത്തത് എന്ന വിഷമത്തോടുകൂടി, അതല്ലെങ്കിൽ അവന്റെ വിവരമില്ലായ്മ കൊണ്ട് അവൻ പ്രാർത്ഥന പാതി വഴിയിൽ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉത്തരം ചെയ്യാതിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. തിരക്ക് കൂട്ടാത്തിടത്തോളം നിങ്ങളിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. എന്താണ് തിരക്ക് കൂട്ടൽ? അവിടുന്ന് പറഞ്ഞു, യഖൂലു ദഅതു റബ്ബി ഫലം യുസ്തജബ് ലി. ഒരാൾ ഇങ്ങനെ പറയല് തന്നെ തിരക്ക് കൂട്ടലാണ്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഉത്തരം കിട്ടുന്നില്ല. പലരുടെയും പരാതിയാണ്, പലരുടെയും നാവുകളിൽ നിന്ന് വരുന്ന കാര്യമാണ്, എത്ര കാലമായി ഞാൻ തേടുന്നു, എത്ര കാലമായി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശാഭാവത്തിൽ നാം പറയുന്നുണ്ടെങ്കിൽ അത് തിരക്ക് കൂട്ടലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇൽഹാഹ് ഉണ്ടാകണം. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ഒരേ സമയത്ത് ചോദിക്കണം, വ്യത്യസ്ത സമയത്ത് ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയുള്ളൂ. നോക്കൂ, സൂറത്തു ആലി ഇമ്രാനിൽ സൽബുദ്ധിയുള്ള ആളുകൾ, ഉലുൽ അൽബാബ് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ആളുകളുടെ വിശേഷണങ്ങളിൽ നമുക്ക് കാണാം. സൂറത്തു ആലി ഇമ്രാനിൽ അവസാനത്തിൽ 5ഓളം പ്രാവശ്യം റബ്ബന റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് അല്ലാഹു തആല പറയുന്നത്, ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബത അവർക്ക് അങ്ങനെ ഉത്തരം ചെയ്തു എന്നാണ് പറയുന്നത്. 5ഓളം പ്രാവശ്യം അവരുടെ ദുആകൾ എടുത്തു കൊടുത്തിട്ടാണ് അല്ലാഹു അതിന് ഉത്തരം ചെയ്തു എന്ന് അതിന്റെ അവസാനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിരക്ക് കൂട്ടാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഉടനെ തന്നെ അത് നൽകാത്തത് എന്ന് നമുക്കറിയുകയില്ല. ഒരുപക്ഷെ നമുക്ക് ഖൈറായിരിക്കാം. നമ്മളിപ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തു തരാത്തത് ഒരു വേള നമുക്ക് ഖൈറായിരിക്കാം. അത് സന്താനത്തിന് വേണ്ടി ചോദിക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നവരാകട്ടെ, അല്ലാഹു തആല അത് നിനക്ക് ഈ സമയത്ത് തരികയാണെങ്കിൽ അതൊരു വേള നിനക്ക് ഖൈറായിരിക്കുകയില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, റബ്ബ് സുബ്ഹാനഹു വ തആല നീ അല്ലാഹുവിങ്കൽ കൂടുതൽ അടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം നീ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഇബാദത്താണ്. പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ്. നിനക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് അതിന്റെ ബോണസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പുറമെ നിനക്ക് നൽകുന്ന കാര്യമാണ്. നീ വെറുതെ പ്രാർത്ഥിക്കുന്നത് തന്നെ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു ഇബാദത്താണ്. അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ഉത്തരം കിട്ടുന്നത് കാര്യം വേറെയാണ്. അതുകൊണ്ട് നിന്നിൽ നിന്നും കൂടുതൽ ഖൈർ ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. നിനക്ക് ഖൈർ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിപ്പിക്കുമ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള കാര്യം, യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. തിരക്ക് കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമെന്നോണം, അതല്ലെങ്കിൽ നമുക്ക് ഖൈറുകൾ വർദ്ധിപ്പിക്കണമെന്നോണം കാരണത്താൽ അത് വൈകിപ്പിച്ചേക്കാം എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത കാര്യം, 10ാമത്തെ കാര്യം, അൻ യജ്മഅ ഫീ ദുആഇഹി ബൈന റഗ്ബതി വറഹബ. നമ്മുടെ പ്രാർത്ഥനയിൽ സഹോദരങ്ങളെ പ്രതീക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും റഗ്ബത്തും റഹബത്തും ഇത് രണ്ടും ഒരുമിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥന എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ മുഴുവൻ അവന്റെ ഇബാദത്തുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട, പ്രകടമായിരിക്കേണ്ട രണ്ട് വിശേഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എപ്പോഴും പ്രതീക്ഷ അവനുണ്ടാകേണ്ടതുണ്ട്, റഗ്ബത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകണം,
റബ്ബിന്റെ സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹു പാപങ്ങൾ പൊറുത്തു തരും എന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം. അള്ളാഹു തആല എന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ കാരുണ്യമുള്ളവനാണ്, എന്നോട് കാരുണ്യം ചെയ്യുന്നവനാണ്, എനിക്ക് സദാ അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് എന്ന പ്രതീക്ഷയോടുകൂടി, എന്ന ആഗ്രഹങ്ങൾ മുൻനിർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കൈവെടിയുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി നമ്മളെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യണം. പ്രാർത്ഥനയും ആ നിലക്കുള്ള ഇബാദത്താണ്. എന്നാൽ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, പേടിയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ പരിഗണിച്ചില്ലെങ്കിലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ, പുറത്തു തന്നില്ലെങ്കിൽ ആരാണ് എനിക്ക് പുറത്തു തരാനുള്ളത്? അള്ളാഹു എന്റെ 2 റക്അത്ത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ ആരാണ് അത് സ്വീകരിക്കാനുള്ളത്? ആ പേടിയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈമാൻ പൂർത്തീകരിച്ച മുഅ്മിനീങ്ങളെ കുറിച്ച് അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അറിയിക്കുകയാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നവരാണ്. നിർബന്ധമായ സകാത്തും അതിനു പുറമെയുള്ള ദാനധർമ്മങ്ങളും സദഖകളും ഒക്കെ കൊടുക്കുന്നവരാണ്. പക്ഷേ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിക്കുകയുണ്ടായി അത്ഭുതത്തോടുകൂടി, എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിച്ചിട്ടും പിന്നീടും പേടി എന്തേ? അവർ വ്യഭിചരിക്കുന്നവരാണോ? മോഷ്ടിക്കുന്നവരാണോ? മറ്റെന്തെങ്കിലുമൊക്കെ ചിന്മകളുണ്ടോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അങ്ങനെയല്ല കാര്യം. മറിച്ച് അവർക്കത് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണ്. ഇതെല്ലാം നന്മകൾ ചെയ്യുന്ന വേളയിലും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്നുള്ള പേടി വേണം. അതോടൊപ്പം തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നാം അത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ റഗ്ബത്തും റഹ്ബത്തും, പേടിയും പ്രതീക്ഷയും നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ഈമാൻ നല്ല നിലക്ക് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഖലീലാണ്. അവിടുന്ന് കഅബ പണിതതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം, പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ഒരുവനാണ് നീ എന്ന് അല്ലാഹു തആലയോട് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് ഉലുൽ അസ്മാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പുകളാണ് പ്രവാചകരിൽ 5 പേർ. ആ 5 പേരിൽ ഒരാളാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പണിയാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനയാൽ ലോകം മുഴുവനുള്ള ആളുകൾ തിരിഞ്ഞു നിസ്കരിക്കേണ്ടതായ അവരുടെ ഖിബലയായ കഅബ പണിയുക എന്നുള്ളത് ഭൂമിയിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും അഷ്റഫായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു അമലിൽപ്പെട്ട ഒന്നാണ്. എന്നിട്ടും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത് സ്വീകരിക്കാൻ വേണ്ടി തേടുകയാണ്. അല്ല, ഞാനാണല്ലോ ഇതൊക്കെ ചെയ്തത്, ഇനി ഞാൻ എന്ത് ചോദിക്കാനാണ്? ഇതൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവമല്ല അവിടത്തേക്ക്. അവിടുന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതെല്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മുൻഗാമി ഉഹൈബ് ഇബ്നു വറദ് റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്താൽ അദ്ദേഹം കരയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖലീലുർ റഹ്മാൻ, അല്ലാഹുവിന്റെ കൂട്ടുകാരനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം, തർഫഉ ഖവാഇദ ബൈത്തുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഈ ഭവനം അത് നീ പണിതുയർത്തു. വഅൻത മുശ്ഫിഖുൻ അല്ലാ യതഖബ്ബല മിൻക, എന്നിട്ടും നിനക്ക് പേടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക. നമ്മളൊക്കെ എന്തെല്ലാം ആഗ്രഹത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം വ്യാമോഹത്തോടു കൂടിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല അങ്ങ് സ്വീകരിച്ചു എന്നുള്ള ഭാവത്തിലാണ് നമ്മളിൽ പലരും. അല്ല സഹോദരങ്ങളെ, നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. പാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തണം എന്നതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഇബാദത്തുകളിലൂടെ മുന്നേറുന്നതോടൊപ്പം തന്നെ അല്ലാഹു ഈ ചെയ്യുന്നതെല്ലാം നീ സ്വീകരിക്കണമേ, നീ സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ആരുമില്ല എന്ന ഭാവത്തിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ റഗ്ബത്തോടുകൂടിയും അതേപോലെ തന്നെ റഹ്ബത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, 11ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി വസിഫാതിഹി വതൗഹീദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങളും അവൻ ഏകനാണെന്നുള്ള അവന്റെ തൗഹീദും മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അവനോട് ദുആ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളും അതേപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുമെല്ലാം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ മഹത്തരമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹു തആലയോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആവശ്യങ്ങൾക്കും അനുസൃതമായ അള്ളാഹുവിന്റെ നാമങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി കൊടുക്കുന്നു, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ജനതകൾക്കും ഇടയിൽ നീ യഥാർത്ഥ രൂപത്തിൽ ഹക്ക് കൊണ്ടുള്ള ഒത്തുതീർപ്പ് നീ ഉണ്ടാക്കി തരണമേ. വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, അങ്ങനെയുള്ള ഏറ്റവും നല്ല ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നവൻ നീയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ. അല്ലാഹുവിനോട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ഇഫ്തഹ് എന്ന് തുറവി ഉണ്ടാക്കാൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഫാത്തിഹ എന്നുള്ള നാമത്തെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും അല്ലാഹു തആല പറയുന്നുണ്ട്, വർസുഖ്നാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണം. വഅൻത ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവർ ഏറ്റവും ഉത്തമരായവർ നീയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ. അല്ലാഹുവിനോട് റിസ്കിനെ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റാസിഖ് എന്നോ അല്ലെങ്കിൽ റസാഖ് എന്നോ ഉള്ള നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കാരണമാകുകയാണ്. നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ എൻ്റെ സ്വന്തത്തോട് തന്നെ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പുറത്തു തരികയില്ല. ഫഗ്ഫിർലി, അതിനാൽ നീ എനിക്ക് പുറത്തു തരണം. മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള പാപമോചനം എനിക്ക് നൽകണം. വർഹംനി, എനിക്ക് നീ കാരുണ്യം ചെയ്യണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അൽ ഗഫൂറ, നീ അർ റഹീമാൻ, പാപങ്ങൾ പുറത്തു തരേണ്ടവനായ അൽ ഗഫൂറാണ് നീ, കാരുണ്യം ചൊരിഞ്ഞു തരേണ്ടവനായ അർ റഹീമാണ് നീ. ഈ രണ്ട് നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മഗ്ഫിറത്തിനും മർഹമത്തിനും ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ദുഃഖങ്ങളും വ്യസനങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷ തേടാനായി, അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സുദീർഘമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്കുള്ളതായ മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരിക്കൽ അവിടുന്ന് ഒരാൾ, സഹാബികളിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുകയാണ്. സഹാബിയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്നി അശ്ഹദു അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് സാക്ഷ്യം വഹിക്കുകയാണ്, നീയല്ലാതെ ആരാധനക്കർഹനായി യാതൊരുവനുമില്ല. അൽ അഹദുസ് സമദ്, നീ ഏകനാൻ, പരാശ്രയ മുക്തനവാൻ. അല്ലദീ ലം യലിദ് വലം യൂലദ്, നീ ആരെയും ജനിപ്പിച്ചിട്ടില്ല, നീ ആരുടെ മകനായും ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നിന്നോടൊത്ത ഒരാളുമില്ല, കുഫത്ത് ഒരാളുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അഥവാ സൂറത്തുൽ ഇഖ്ലാസിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ പ്രാർത്ഥനയായി അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് സഅൽത അല്ലാഹ ബിൽ ഇസ്മില്ലദീ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് നാമം കൊണ്ടാണ്. ആ നാമത്തിന്റെ പ്രത്യേകത, ഇദാ സുഇല ബിഹി അഅതാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു നൽകും. വ ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു ദുആക്ക് ഉത്തരം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി യാ ഗഫാർ യാ ഗാഫിറുൽ മുദ്നിബീൻ, പാപങ്ങൾ പുറത്തു തരുന്നവനെ, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനെ എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ, ഓരോ നാമങ്ങൾ പഠിക്കുകയും ഇതേതേത് കാര്യത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 12ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നു, അത്തസദ്ദുഖു ബൈന യദൈ ദുആ, ദുആ ചെയ്യുന്നതിന് മുന്നോടിയായി അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖകൾ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് തുത്ഫിഉ ഗളബർ റബ്ബ്, അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തി കളയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് എന്തെങ്കിലുമൊക്കെ കോപമുണ്ടെങ്കിൽ നമ്മുടെ പാപം കാരണത്താൽ ഈ സ്വതക്കകൾ കൊണ്ട് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കോപത്തെ ഇല്ലാതാക്കാൻ സാധിക്കും, അണക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കോപം നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അത് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സാലിഹായ കർമ്മങ്ങൾ ചെയ്യുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കുക എന്ന തവസ്സുൽ ബിൽ അമാൽ സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ തവസ്സുലാക്കുക എന്നുള്ള കാര്യവും ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ
പറഞ്ഞു തരികയാണ്. അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, 13-ാമതായി അദ്ദേഹം പറയുന്നു, തഹരി അൽ-അദ്ഇയ അല്ലതി അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദുആ മഅഹാ മുസ്തജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക പ്രാർത്ഥനകൾ പറഞ്ഞിട്ട് ഇത് പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറയുന്നുണ്ട്. അത്തരം പ്രാർത്ഥനകൾ സ്വീകരിക്കുകയാണ്. അത്തരം പ്രാർത്ഥനകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുന്നൂനിന്റെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശേഷം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തരം നൽകാതെയില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി, ഒരുപാട് തിന്മകളിൽ പെട്ടുപോയി എന്നുള്ള നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ അല്ലാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകൾ സ്വഹീഹായ ഹദീസുകളിലൂടെ സഹോദരങ്ങളെ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ പഠിക്കാനും ആ പ്രാർത്ഥനകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി പറയുന്ന പ്രാർത്ഥനയേക്കാൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന നിബന്ധനകളും ഈ പറയുന്ന മര്യാദകളും പാലിച്ചുകൊണ്ട് നാം ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമേ ഉണ്ടാകാൻ പാടില്ല, സംശയിക്കേണ്ടതില്ല. അല്ലാഹു ദുആ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്ന രൂപങ്ങളെക്കുറിച്ചും നാം വിസ്മരിച്ചുകൂടാ. കാരണം അതിനെക്കുറിച്ചിട്ടുള്ള അജ്ഞത പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ നിർത്തിപ്പോരാൻ കാരണമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ യദ്ഉല്ലാഹ ബിദഅവ, ഒരടിമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നില്ല, ആ ദുആയാകട്ടെ ലൈസ ഫീഹി ഇസ്മുൻ വലാ ഖതിയത്തു റഹീം, ഒരു കുടുംബ ബന്ധം മുറിക്കാനുള്ള, രണ്ടാളുകളെ തെറ്റിക്കാനുള്ള ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല, പാപമായ ഒന്നും തന്നെ അതിൽ പറഞ്ഞിട്ടില്ല എങ്കിലില്ല അത്താഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നാലൊരു മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം ചെയ്യാതെയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ ഒരു പാപവും ഇല്ലാത്ത അല്ലാഹു തആലയോട് സാലിഹായ മുറാദുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല നല്ല ഉദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. ഇമാൻ തുഅജ്ജല ലഹു ദഅഅതുഹു ഫിദ് ദുനിയ, ഒന്നുകിൽ പെട്ടെന്ന് തന്നെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലെ, ചില പ്രാർത്ഥനകൾ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകും. അള്ളാഹിനോട് ചോദിക്കുന്ന വേളയിൽ ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് വഇമ്മാൻ തുദ്ഖറ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ അല്ലാഹു തആല ഈ ചോദിച്ചതിന് പകരമായി ആഖിറത്തിലേക്ക് അത് മാറ്റി വെക്കുന്നത്. നീ ചോദിച്ചത് ദുനിയാവിലാണെങ്കിൽ അത് നൽകുന്നത് ആഖിറത്തിലായിരിക്കും. എത്ര മനോഹരമായിരിക്കും! ദുനിയാവിൽ ചോദിക്കുന്ന കാര്യത്തിന് ആഖിറത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആഖിറത്തിലുള്ള സ്വർഗീയമായിട്ടുള്ള ആ വിഭവമായിരിക്കും നിനക്ക് ലഭിക്കുക. അതായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുക. വഇമ്മാൻ യുസ്റഫ അൻഹു മിനൽ ശർരി മിസ്ലു ദാലിക്, അല്ലെങ്കിൽ നീ ചോദിച്ചതിന് സമാനമായ വല്ല തിന്മയും നിനക്ക് വന്നു ഭവിക്കാനുണ്ടെങ്കിൽ അള്ളാഹു അതിൽ നിന്നും തട്ടിക്കളയുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ ഏത് നിലക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ബുദ്ധിമാന്മാരായ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ നുക്സിറ, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കും. കാരണം നഷ്ടമില്ല, എങ്ങനെ പ്രാർത്ഥിച്ചാലും അത് ലാഭം മാത്രമാണ്. ഒന്നുകിൽ ഇപ്പൊ തന്നെ അത് ലഭിക്കും, അതല്ലെങ്കിൽ പരലോകത്ത് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് വന്നു ഭവിക്കാനുള്ള ഷർറ് നമ്മൾ നീങ്ങിപ്പോകും. ഞങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അക്സർ, അള്ളാഹു എങ്കിൽ അധികരിച്ച് നൽകുന്നവനാണ്. നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നൽകാതെ ഇരിക്കുകയില്ല, അള്ളാഹു അത്രയും തന്നെ നൽകുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പ്രാർത്ഥന അതിന്റെ നിബന്ധനകൾ പാലിച്ച്, മര്യാദകൾ പാലിച്ച് നാം ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖും മനസ്സിലാക്കാനുള്ള അറിവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ ന്യൂനതകൾ, കുറ്റങ്ങൾ, കുറവുകൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار.
اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في كل مكان يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.